കേരളം ലഹരിക്കടത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലായിരുന്നു വിമർശനം. ലഹരിക്കടത്ത് തടയാൻ ഒന്നിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. എന്നാൽ ലഹരിക്കടത്ത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ മറുപടി. കേരള യുവത്വം ലഹരിയുടെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണ്. MDMA-യും LSD സ്റ്റാമ്പും ഉൾപ്പെടെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഉൾപ്പെടെയുള്ള അപകടകരമായ മെറ്റീരിയൽസ് ആണ് കേരളത്തിലേക്ക് വരുന്നത്. പഴയ കഞ്ചാവിന്റെ കാലമൊക്കെ പോയി, മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത്. എവിടെ നിന്നാണ് ഇത്രയും വലിയ ഒഴുക്ക് ഈ കേരളത്തിലേക്ക് വരുന്നത്? നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ്. ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല. അപ്പോ അതിന് ഞങ്ങൾ വിമുക്തി നടത്തുന്നുണ്ട്, ഞങ്ങൾ സെമിനാർ നടത്തുന്നുണ്ട്, നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ബോധവൽക്കരണം വേണം. എൻഫോഴ്സ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. എല്ലാ സംവിധാനങ്ങളും എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുക. ബഹുമാന്യനായിട്ടുള്ള വിഷ്ണുനാഥ് വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെയാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അവതരണത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമല്ല ഉണ്ടായിരുന്നത്, പ്രശ്നത്തിന്റെ ഗൗരവം തന്നെയാണ്. കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. കേരളത്തിൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഇപ്പൊ കൂടിയിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത്. ലോകമാകെയുള്ള പ്രശ്നവുമാണ്. നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. എന്നാൽ അതിന് മന്ത്രി MP രാജേഷിന്റെ മറുപടി ന്യായീകരണമായിട്ട് തന്നെയല്ലേ കണക്കാക്കേണ്ടത്? കാളിദാസൻ ഇന്ന് സഭയിൽ ഉന്നയിച്ച പ്രധാന വിഷയമായി തന്നെ കണക്കാക്കുന്നത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടി വരുന്നു എന്നുള്ളതാണ്. അതിനെ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചുകൊണ്ട് തന്നെ നോട്ടീസ് നൽകിയത് PC വിഷ്ണുനാഥ് MLA ആണ്. അദ്ദേഹം അത് നോട്ടീസ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് സഭ നിർത്തിവെക്കാൻ, ചർച്ച ചെയ്യാനായി സഭ നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭരണപക്ഷം അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അതിന് അനുമതി നൽകി കൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതോടെ സ്പീക്കർ അതിന് അനുമതി നൽകുകയായിരുന്നു. പിന്നീട് അത് അല്പസമയം കഴിഞ്ഞ് ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ അതീതമായ ഒരു ചർച്ച എന്ന് തന്നെയാണ് അതിനെ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഈ കാലയളവിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പലയിടങ്ങളിലായി നടന്ന കൊലപാതകങ്ങൾ അടക്കമുള്ള ലഹരിയുടെ ഉപയോഗം മൂലമുള്ള കുറ്റകൃത്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് PC വിഷ്ണുനാഥ് MLA ആദ്യം തന്നെ ഇത് സഭയിൽ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ശക്തമായ ഭാഷയിൽ ഇതിനെ വിമർശനം സർക്കാരിനെതിരെ അഴിച്ചുവിടുകയായിരുന്നു. അതിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കാർ എന്തു ചെയ്തു ഇത്രയും കാലം എന്നുള്ളൊരു ചോദ്യം. അതായത് പ്രതിപക്ഷം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, പ്രതിപക്ഷം ഒപ്പം നിൽക്കാം, ഇക്കാര്യത്തിലെ പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കും എന്ന്, സഹകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ എന്നിട്ട് പോലും സർക്കാർ പ്രതിപക്ഷത്തെ ഒപ്പം നിർത്താതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്ത് നടപടികളാണ് ലഹരി വിമുക്ത നിലപാടുമായി സ്വീകരിച്ചെടുത്തു വരുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അതോടൊപ്പം തന്നെ ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുന്നു എന്നുള്ളൊരു പ്രതിഷേധ വാക്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത് ഇത് കേരളം ലഹരിയുടെ കേന്ദ്രമല്ല, പകരം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് രാജ്യമാകെയുള്ള ലഹരി വ്യാപനത്തിൻ്റെ ഒരു ഭാഗമായി കേരളം വന്നു എന്നാണ്. പഞ്ചാബിലടക്കം ലഹരി വ്യാപനം വലുതാണ്. കേരളത്തിൽ എന്നാൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. എൻഫോഴ്സ്മെന്റ് മോശമാണ്, ശക്തിയില്ല എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണെന്നും MP രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നടപടി സ്വീകരിച്ചു വരികയാണെന്നും വ്യാപനം കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. എക്സൈസിന് വേണ്ട രീതിയിലുള്ള സൗകര്യമില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എന്നാൽ എക്സൈസിന് വേണ്ട സൗകര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് MP രാജേഷ് വ്യക്തമാക്കിയിരുന്നത്. അതായത് പ്രത്യേക സംവിധാനങ്ങൾ, സൈബർ സെല്ലിനായി ഒരുക്കിയ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ എക്സൈസിന് ഏർപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ, പുതിയ വാഹനങ്ങൾ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം
കേന്ദ്ര കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ വ്യക്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ 2022 കണക്ക് നോക്കിയാൽ തന്നെ അവിടെ 22 കേസുകൾ എടുത്താൽ അതിൽ 10 എണ്ണവും ഗുജറാത്തിലാണ്, അതോടൊപ്പം 5 കേസുകൾ മഹാരാഷ്ട്രയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിന് ലഹരി വ്യാപനത്തിൽ മുന്നിലാണ് എന്ന് പറയുന്നത് വസ്തുതയല്ല എന്ന് തന്നെയാണ് എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ വിഷയം വലിയ ഗൗരവമുള്ളതായി തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. എക്സൈസിന് കൂടുതൽ പിന്തുണ നൽകും, വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു അന്വേഷണങ്ങൾ ഉണ്ടാകും, പല ചെക്ക് പോസ്റ്റുകളിലും രൂപീകരിച്ച സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും, സ്കൂളുകൾ ഹോട്ട്സ്പോട്ടുകളായി കരുതിക്കൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള അന്വേഷണവും പരിശോധനകളും നടത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പോകുന്നുണ്ട്. ലഹരി വിമുക്ത പരിപാടികൾ സംഘടിപ്പിക്കും, അത് കൃത്യമായി നടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. പ്രതിപക്ഷം അതിനെ കണക്കാക്കി കാണുന്നില്ല എന്നടക്കം ഉള്ള ഒരു പ്രതിരോധവും തീർത്തുകൊണ്ട് തന്നെയാണ് എം പി രാജേഷ് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. ഏതായാലും ചർച്ചയ്ക്ക് ശേഷം ഈ ഉപക്ഷേപം തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവമുള്ളത് കൊണ്ട് തന്നെ അത് തുല്യ പ്രാധാന്യം കൊടുത്ത് ഇരുപക്ഷങ്ങളും വലിയ രീതിയിൽ അതൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്ന് വേണം എടുത്തു പറയേണ്ടത്. കാളിദാസൻ. തീർച്ചയായും വിഷയം അത്രയധികം ഗൗരവമുള്ളതാണ്. ഇതിൽ കൂടുതൽ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.